തലമുറ മഹീന്ദ്ര XUV500-ന്റെ പരീക്ഷണയോട്ടം കമ്പനി നേരത്തെ ഇന്ത്യൻ നിരത്തുകളിൽ ആരംഭിച്ചിരുന്നു. നിരവധി തവണ പരീക്ഷണയോട്ടത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തെത്തിയിരിക്കുന്നത്. പഴയ പതിപ്പിലുണ്ടായിരുന്ന ചീറ്റയുടെ നഖത്തിനോട് സാമ്യമുണ്ടായിരുന്ന ഡോർ ഹാൻഡിൽ പുതുതലമുറ വാഹനത്തിൽ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. പകരം ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകളാകും പുതിയ പതിപ്പിൽ സ്ഥാനം പിടിക്കുക. പുതിയ ഈ ഡിസൈൻ എത്രത്തോളം ഉപഭോക്താക്കളെ ആകർഷിക്കുമെന്ന് വ്യക്തമല്ല. മഹീന്ദ്രയുടെ നോർത്ത് അമേരിക്കയിലെ ടെക്നിക്കൽ സെന്ററായ പിനിൻഫെറിന ഡിസൈൻ ഹൌസിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ചാണ് വാഹനത്തിന്റെ രൂപകൽപ്പന. പുതിയ തലമുറ 2020 XUV500 SUV അടുത്ത വർഷം ഡൽഹിയിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ അരങ്ങേറ്റം കുറിക്കും. അടുത്ത വർഷം അവസാനത്തോടെ വാഹനത്തെ വിപണിയിൽ എത്തിക്കുമെന്നാണ് സൂചന. 2020 മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള മോഡലിനെ മഹീന്ദ്ര പിൻവലിക്കും. 2011 വാഹനത്തെ കമ്പനി വിപണിയിൽ അവതരിപ്പിക്കുന്നത്. പിന്നീട് വാഹനത്തിന് നിരവധി പരിഷ്കരണങ്ങളും കമ്പനി നടപ്പിലാക്കി. ആദ്യ മോഡലിനെ 2015 മെയ് മാസത്തിലും രണ്ടാമത്തെ മോഡലിനെ 2018 ഏപ്രിലിലുമാണ് പരിഷ്കരിച്ച് പുറത്തിറക്കിയത്. പുതുതലമുറ വാഹനം പുതിയ മോണോകോക്ക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നത്. ഇത് നിലവിലുള്ള വാഹനത്തെക്കാൾ ഭാരം കുറഞ്ഞതും കരുത്തേറിയതുമായിരിക്കും. 2020 മഹീന്ദ്ര XUV500 SUVക്ക് BS6 പരിഷ്കരിച്ച പുതിയ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ലഭിക്കും. ഒപ്പം മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനും വാഹനത്തിൽ കമ്പനി വാഗ്ദാനം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അധികം വൈകാതെ തന്നെ XUV500-ന്റെ BS6 പതിപ്പിനെയും കമ്പനി വിപണിയിൽ അവതരിപ്പിക്കും. വാഹനത്തിന്റെ വശങ്ങളിലായി BS6 ബാഡ്ജിംഗ് നൽകി പരീക്ഷണയോട്ടം നടത്തുന്ന XUV500-ന്റെ ചിത്രങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മഹീന്ദ്ര ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ച XUV500 തന്നെയാണ് BS6 എഞ്ചിൻ നൽകിയിട്ടുള്ളത്. 2.2 ലിറ്റർ എംഹോക് ടർബോ ചാർജ്ഡ് പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലാണ് XUV500 എത്തുന്നത്. ഡീസൽ എഞ്ചിൻ 155 bhp കരുത്തും 360 Nm ടോർക്കും സൃഷ്ടിക്കും. പെട്രോൾ എഞ്ചിൻ 140 bhp പവറും 320 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ 2 ലിറ്റർ എഞ്ചിനാണ് മഹീന്ദ്ര BS6 നിലവാരത്തിൽ വികസിപ്പിച്ചിട്ടുള്ളത്. നിലവിലുള്ള 2.2 ലിറ്റർ എംഹോക് എഞ്ചിന് പകരം ഈ വാഹനത്തിൽ പുതിയ എഞ്ചിൻ സ്ഥാനം പിടിക്കുമെന്നാണ് സൂചന. ശ്രേണിയിൽ മികച്ച വിൽപ്പനയുണ്ടായിരുന്ന SUV ആയിരുന്നു മഹീന്ദ്ര XUV500. എന്നാൽ ടാറ്റ ഹാരിയറിന്റെയും MG ഹെക്ടറിന്റെയും കടന്നുവരവ് മഹീന്ദ്ര XUV500-ന്റെ വിൽപ്പനയെ കാര്യമായി തന്നെ ബാധിച്ചു. എന്നാൽ പുതിയ പതിപ്പുകൾ എത്തുന്നതോടെ വിൽപ്പന ഉയർത്താൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ.